അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം ഇതിനായിട്ട് ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് എങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു മണം വരും. അതുപോലെ തന്നെ ഈ റവയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത റവ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലാണ് എടുക്കേണ്ടത്. ഗ്ലാസിന്റെ അളവിലാണ് റവ അളന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ 2 ഗ്ലാസ് പാലെടുക്കുക. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. പാലും റവയും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. ഇനി വീണ്ടും അതേ കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര അളന്നിട്ടെടുക്കുക. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ എടുക്കുക. ഗ്ലാസിന്റെ അളവിലാണ് റവ അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെയാണ് 1/4 ഗ്ലാസ് പഞ്ചസാരയും അളന്നെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തേനിൻ്റെ പരുവത്തിൽ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. റവ പാലൊഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റവ നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എല്ലാം ഉരുകി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മാറി നിന്നിട്ടോ നമ്മൾ കുതിർത്ത് വെച്ച റവ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കൈവിടാതെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മൾ പഞ്ചസാര ഉരുക്കി എടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ട പോലെ കിടക്കും. അതൊക്കെ നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് കട്ടകൾ പോലെ കിടന്നതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്നും ഇല്ലാതെ ഒക്കെ മാത്രം പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ആവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. കടായിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു താമസവും ഇല്ല. നമ്മൾ സാധാരണ കേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവൻ വേണം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കണം പാത്രത്തിൽ. കുറച്ച് പ്രയാസപ്പെട്ടാണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന കേക്കിന് നമുക്ക് മുട്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മൈദയും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കുട്ടികൾ
കേക്ക് വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ലാസ്റ്റിൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് തന്നെ നല്ലോണം യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ആ കടായിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്ന് വേണമെന്നൊന്നുമില്ല, വീട്ടിലുള്ള ചോറ്റുപാത്രം എടുത്താലും മതി. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബദാം നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന റവ കേക്ക് പോലെ തന്നെയാണ് ഇതും. ഒരു വ്യത്യാസവും ഇല്ല. ഓവൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് വേണ്ട, മുട്ട വേണ്ട, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട. ഇത് കുറച്ച് ദിവസം നമുക്ക് പുറത്തും അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾ പെട്ടെന്ന് തന്നെ കേക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് റവ വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി കേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഈ റവ വെച്ചിട്ടുള്ള കേക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്